നമസ്കാരം, ഞാൻ ശ്യാം മോഹൻ കോട്ടയം. ഇന്നത്തെ ഒരു വീഡിയോ ഒരു പുതിയ വാദ്യമാണ് മൃദംഗം. ഇത് ഫൈബറിൻ്റെ കട്ടയാണ്, പക്ഷേ വെയ്റ്റ്ലെസ് അല്ല, വെയ്റ്റുള്ള ഫൈബർ കട്ടയാണിത്. റീപോളിഷിങ് ചെയ്താണ്, ഇത് സ്പ്രേ ചെയ്താണ്. പിന്നെ ഇത് ലെഫ്റ്റ് മൂട്ട് ഓൾറെഡി ഉണ്ടായിരുന്ന മൂട്ട് തന്നെയാണ്, തൊപ്പിത്തോലെ ഞാൻ മാറിയിട്ടുള്ളൂ. പക്ഷേ ലെഫ്റ്റ് മൂട്ട് നല്ല മൂട്ട് തന്നെയാണ്. റൈറ്റ് നേരത്തെ ഇത് വാറായിട്ടുന്നത്, ഇപ്പോൾ രണ്ടാമത് ബോൾട്ട് ആക്കിയതാണ്. റൈറ്റ് സൈഡ് മൂട്ട് ഞാൻ ചെയ്തതാണ്. ഇത് വാദ്യം പാലക്കാട് ജില്ലയിലെ പരിയാനം പറ്റുള്ള ബാബുരാജ് മാഷിൻ്റെ വാദ്യമാണ്. മാഷിൻ്റെ 5 വാദ്യത്തിൽ 4ാമത്തെ വാദ്യം റെഡിയാക്കി കഴിഞ്ഞു. ഇനി അവരോടെ ചെയ്യാനുണ്ട്. അതൊരു തക്കൻ്റെ വാദ്യം, അതും ഉടനെ തന്നെ വൈകാതെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഇതൊരു തക്ക് കട്ടയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 2.5-3 പെട്ടുന്ന കട്ടയാണിത്. ഇതിൻ്റെ വാവീച്ച് 6.5 ഇത് ലെഫ്റ്റ് 7.5 ഇഞ്ചും റൈറ്റ് സൈഡ് 6.5 ഇഞ്ചുമാണ്. ഇതുണ്ട്, കറക്റ്റ് 6.5 ഇഞ്ചാണിത്. പക്ഷേ ഇതിപ്പം എച്ചിനാണ് ചെയ്തത്, 5 കട്ടയ്ക്കാണ് ചെയ്തിരുന്നത്. 5-5.5 വായിക്കാൻ പറ്റും. 6.5 ഇഞ്ച് 5-നൊക്കെ ചെയ്യുന്ന ശാലം പ്രയാസമാണ്. ഞാൻ 6 വരെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്, 6.5 ഇഞ്ചൊക്കെ. ഇതിപ്പോൾ നമുക്ക് ടോൺ കിട്ടും, നോക്കാം എന്താണല്ലോ. ശരിക്കും ഇത് എച്ചിന് ചെയ്യാൻ കാരണം വെച്ചാൽ കുറച്ചുകൂടെ വായിക്കാനുള്ള സ്പേസിന് വേണ്ടിയാണ്. ഇപ്പോൾ നോർമലി 6.25 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് ഒരു നൂലൊക്കെയാണ് എച്ച് കട്ടയ്ക്ക് ചെയ്യുന്നത് സാറിന് നോർമലി. പക്ഷേ ഇത് തക്കിൻ്റെ കട്ടയാണ് എങ്കിൽ പോലും എച്ച് ചെയ്തതാണ്. എനിക്കിങ്ങനെയൊക്കെ ചെറിയൊരു ഇതിനോടുള്ളൊരു ക്രേസ് ഉണ്ട്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മെഷർമെൻറ്റ് മാറ്റി ചെയ്യുന്നതല്ല, ശാസ്ത്രീയമായിട്ട് ഇതൊരു തെറ്റായ രീതിയാണ്. കാരണം വെച്ചാൽ 6.5 ഇഞ്ചൊക്കെ 2.5 ചെയ്യേണ്ടതാണ്. പക്ഷേ പരീക്ഷണങ്ങളാണ് എൻ്റെ താല്പര്യങ്ങൾ. ഞാൻ 7 ഇഞ്ച് വരെയൊക്കെ 7 ഇഞ്ച് കട്ടയൊക്കെ 4 ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ 6.5 ഇഞ്ചും ഇപ്പോൾ ഞാനിപ്പം പാലക്കാട് മഹേഷേട്ടൻ്റെ ഒരു 7.25 ഇഞ്ച് വീച്ചുള്ള കട്ട എടുത്ത് തന്നുണ്ട്. ജേരട്ടൻ്റെ 7.25 ഇഞ്ച് വനന്തല വീച്ച്, 8.25 ഇഞ്ച് ഇടനില വീച്ചുണ്ട്. അത് ഏകദേശം ഒരു 1-2-2.5 ചെയ്യാൻ പ്ലാനാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇത് എച്ചിന് ചെയ്തു തരാമെന്ന് ഞാൻ തന്നെയാണ് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തത് സാറിനോട്, ബാബുരാ മാഷോട്. മാഷ് അത് 5 ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 5 പറ്റും എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു എന്തായാലും ഒരു എഫക്റ്റ് എന്തായാലും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ട് ശ്രുതി ഇറങ്ങി പോത്തൊന്നുമില്ല. അത് ചിലർക്ക് അങ്ങനെ ചില ധാരണയുണ്ട്, അതായത് ഇങ്ങനെ വീച്ചുള്ള കട്ട ചെയ്തുകൊണ്ട് വേഗം ഇറങ്ങി പോകുന്നു. അങ്ങനെയൊന്നുമില്ല. ബോൾട്ട് ചെയ്യാനും പിന്നെ ഇറങ്ങത്തില്ല, അവിടെ നിൽക്കും. ഒരു കാലക്രമേണ കുറച്ച് മാറ്റം വരും. അത് നട്ട് ബോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ട്യൂണിങ് കറക്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കുകളും ഇവിടെ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നതല്ല, എൻ്റെ സുഹൃത്തുക്കളാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള കട്ടയൊക്കെ തന്നാൽ ഇതുപോലെ വീണ്ടും നമ്മൾ പൊട്ടിയൊക്കെ ഇട്ട് റീപോളിഷ് ചെയ്ത് പുത്തനാക്കി തരുന്നതായിരിക്കും. പുതിയ കട്ടയിലും ചെയ്യുന്നുണ്ട്, പഴയ കട്ടയിലും അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും വാദ്യത്തിൻ്റെ നാദം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ബാബുരാ മാഷിനും ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വാദ്യത്തിന് എന്നെ കോൺടാക്ട് ചെയ്യാം. തബലയാണെങ്കിലും മൃദംഗമാണെങ്കിലും ഇപ്പോൾ പക്വാജി മൂട്ടോ ഡോലക്കോ എന്താണെങ്കിലും കോൾ ചെയ്താൽ ലേശം വൈകിയാൽ പോലും നല്ല നീറ്റായിട്ടും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്തു തരാൻ ശ്രമിക്കുന്ന ഒരാളാണ് ശ്യാം മോഹൻ എന്ന് പറഞ്ഞാൽ. ഞാൻ കോട്ടയത്താണ് വീട്. അപ്പോൾ എൻ്റെ നമ്പർ 9747784977. എന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ബൈ.